ചുവടെ കൊടുത്തിരിക്കുന്ന അളവുകളുടെ മാധ്യം 15 ആണെങ്കിൽ മധ്യമം എത്ര? ഇവിടെ സംഖ്യകൾ 13, 14, 16, 15, 14, x 16 ആണ്. അപ്പോൾ ആദ്യം ഇവിടെ മാധ്യം 15 എന്നുണ്ട്. മാധ്യം പറഞ്ഞാൽ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയിട്ട് സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം മാധ്യം ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടാം. 13 പ്ലസ് 14 പ്ലസ് 16 പ്ലസ് 15 പ്ലസ് 14 പ്ലസ് എക്സ് പ്ലസ് 16 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര ഉണ്ട്? 3 3 3 6 7 7 ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇസ് ഈക്വൽ ടു ഇവിടെ മാധ്യം 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സംഖ്യകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് 88, പിന്നെ ആ എക്സ് ഉണ്ടല്ലോ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു 15 ആണ് കിട്ടുന്നത്. അപ്പോൾ 88 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 105. 88 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 105 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 105 മൈനസ് 88 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17 ആണ്. അപ്പോൾ നമ്മുടെ ഈ സംഖ്യയിൽ 17 വന്നു. ഇനി നമ്മൾ ഈ സംഖ്യകളെ തന്നിരിക്കുന്ന ഈ 13, 14 ആ സംഖ്യകളെ കറക്റ്റ് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പം നമുക്ക് കറക്റ്റ് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ട് ഏതാണോ സെൻറ്ററിൽ വരുന്നത് അതാണ് മാധ്യമം. മാധ്യമമാണ് ഇവിടെ ചോദിച്ചിട്ടത്, മധ്യമം. അപ്പോൾ കറക്റ്റ് ഇതിനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം. 13, 14, 15 ഉണ്ട്, 14 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 2 14 എഴുതുക. പിന്നെ 15 ഒന്നേ ഉള്ളൂ. പിന്നെ 16 രണ്ടെണ്ണം ഉണ്ട്. പിന്നെ എക്സ് 17 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം? 3 3 3 6 7 3 3 3 6 7. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് 17 ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന സംഖ്യ 3 എണ്ണം അപ്പുറവും 3 എണ്ണം അപ്പുറവും വരുന്ന സമയം കറക്റ്റ് സെൻറ്ററിൽ വരുന്നത് 15 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 15 ആണ്. 15 ഇതിലുണ്ടോ നോക്കുക. ഓപ്ഷൻ ബി 15 ആണ്. ഓക്കെ. If you like this video, please like, share and subscribe. Thank you.